പ്രൈസ് ദി ലോർഡ്. ബ്രദർ പറഞ്ഞ ഒരു വചനം, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണമെന്ന്. ഗോൾഡൻ റൂള്. അത് ഒരു കണക്കിന് ഒരു പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഞാൻ പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടെന്ന്. പക്ഷെ അതുമായിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, മറ്റുള്ളവർ എന്നോട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് പക്ഷേ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്കെന്തോ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നോ അത് മറ്റുള്ളവരോട് ചെയ്തു കൊടുക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരോട് കരുണ കാണിക്കണം. മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു വരുത്താതെയും അങ്ങനെ ഒരു ജീവിതം ഒന്നത്തിൽ വരണമെന്ന് ബ്രദറിൻ്റെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. രണ്ടു മൂന്ന് പേര് കൂടി വേഗം വായോ. എനിക്ക് വളരെ സംശയം ഉണ്ടായിരുന്നൊരു കാര്യമാണ്, കർത്താവ് മരിച്ചു കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞല്ലേ ഉയർക്കുന്നത്. അപ്പോൾ എവിടെയായിരുന്നു? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് മലയാളത്തിൽ പാതാളത്തിൽ ഇറങ്ങിയത് പറയുന്നു, ഇംഗ്ലീഷിൽ ഹെൽ. പക്ഷേ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഇന്നലെ പോലും വീട്ടിൽ അതേപ്പറ്റി ചർച്ച ചെയ്ത് ഒരാൾ ഇംഗ്ലീഷിൽ ചൊല്ലിയപ്പോൾ അതിൽ ഹെല്ലെന്നാണ് പറയുന്നത്, മലയാളത്തിൽ പാതാളത്തിൽ ഇറങ്ങി. പക്ഷേ അവിടെ എന്തിനു പോയി, എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള സംശയം ഇപ്പം മാറി. അതൊരു വലിയ കാര്യമാണ്. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണത്. അടുത്ത ആൾ വരാം. അതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ആ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അതിങ്ങനെ കടുകുമണി പോലെ ഭയങ്കര രഹസ്യമാണ്. പക്ഷെ അതിങ്ങനെ ഈ കാറ്റഗിസത്തിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എന്തോ ഒരു വലിയ കാര്യങ്ങളാണ് അതിലുള്ളത്. യെസ്, നെക്സ്റ്റ് പ്ലീസ്. വായോ. ഇത്രയൊക്കെ തന്നെ ആയാലും ഇത് നമുക്കൊരു ഐ ഓപ്പണർ അല്ലേ ഇത്, ഇല്ലേ? എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഇത്രയും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും കൊന്തയില്ലേയും കുടുംബ പ്രാർത്ഥനയില്ലേയും എല്ലാ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ വരികയും ചെയ്യണം. നമ്മളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്, ഇല്ലേ? അതാണ് നമ്മൾ ഇതിനുവേണ്ടി കൂടുതൽ ബുദ്ധിമുട്ടണം, കഷ്ടപ്പെടണം, ഇത് പഠിക്കണം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിൽ ഇത് നിറയുമ്പോൾ തന്നെ ഇത് നമ്മളുടെ മക്കളിലേക്ക് ഇത് ഒഴുകും. അതാണ് മറ്റൊരു കാര്യം. വചനത്തിൽ പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച വചനവും നിങ്ങളിൽ നിക്ഷേപിച്ച ആത്മാവും നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ മക്കളിൽ നിന്നോ അവരുടെ മക്കളിൽ നിന്നോ ഒരിക്കലും അകന്നു പോകയില്ല. ഇതാണ് ഇന്ന് ഇവിടെ അമേരിക്കയിൽ ആവശ്യമുള്ളത്. നമ്മൾ മക്കളോട് നിങ്ങൾ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും നടക്കാൻ പോടില്ല. പറയണം. പക്ഷെ നമ്മൾ ഈ ജ്ഞാനം, ഈ വിശ്വാസം അതിൻ്റെ ആഴങ്ങളിൽ നമ്മുടെ ആത്മാവിൽ നിറഞ്ഞാൽ അത് നമ്മുടെ രക്തബന്ധത്തിലൂടെ താനേ നമ്മുടെ മക്കളിലേക്ക് ഒഴുകുമെന്നതാണ് വചനം പറയുന്നത്. അതാണ് മാതാപിതാക്കളായ നമ്മളിൽ ഉണ്ടാകേണ്ട വലിയൊരു കാര്യം. അതെങ്ങനെ നിറയണം? അതിൻ്റെ സത്യാവസ്ഥയിൽ നിറയണം. തെറ്റായിട്ടല്ല, സത്യമായിട്ട്, അത് കൃത്യമായിട്ട് നമ്മളിൽ നിറയുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യും, താനെ ട്രാൻസ്മിറ്റ് ചെയ്യും. നന്മ അത് കൃത്യമായിട്ടല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇപ്പം ആദത്തിനെ ശിക്ഷിക്കാനാണ് പുറത്താക്കിയെന്ന് പറയുകയാണെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യരുത്. എന്നാൽ ആദത്തിനെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് ഉടനെ നമ്മളത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഉൾക്കാഴ്ചയാണില്ലേ? ആണോ ഇല്ലയോ? ഇത് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചെന്ന് നമ്മളുടെ മക്കളോട് പറയുകയും ചെയ്യും. നീ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഇതാണ് ശരിയായ വിശ്വാസം. ഇതാണ് മൂന്നിടങ്ങഴി മാവിൽ ചേർക്കുന്ന പുളിപ്പ് പോലെ പ്രസരിക്കുന്നത്.
വരൂ, അടുത്ത ആൾ വരൂ. യെസ്, ജോസുമോനാണ് ഈ ഒരു ധ്യാനത്തിനൊക്കെ ഇവിടെ നടത്താനായിട്ടൊരു കാറ്റലിസ്റ്റായിട്ട് പ്രചോദനം നൽകി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. അച്ഛനുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ്. ഓക്കെ, ജോസുമോൻ വീട്ടിലിരുന്ന് ഒരു മാസം മുഴുവനും യൂട്യൂബിലൂടെ സകല ധ്യാനങ്ങളും കേട്ട് ആളുടെ ബ്രെയിൻ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഞാനൊരു 5 മിനിറ്റ് സമയം എടുക്കും. 5 മിനിറ്റ് കൂടെ എടുക്കുകയല്ല, കാരണം വേറൊന്നുമല്ല, ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും നിങ്ങളുടെ മനസ്സിലൊരു ഫീലിംഗ് എന്താണ്? വലിയൊരു ആശ്വാസം തോന്നുന്നില്ലേ? കൈവെക്കാമോ? അങ്ങനെ തോന്നിയാലും കൈവെക്കാമോ? വലിയൊരു ആശ്വാസം. അതാണ് ശരിയായ ജ്ഞാനം. കാരണം നമ്മൾ ഇതുവരെയും മനസ്സിലാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പടം പൊളിച്ച് പോകുന്ന പോലെ അങ്ങ് പോകുന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടായി. വലിയൊരു ആശ്വാസം. ഇപ്പം നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വരാനായിട്ടൊക്കെ ഒരു ആവേശം ഇല്ലേ? തോന്നുന്നില്ലേ? അതാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പല കാര്യം, പ്രത്യേകിച്ച് ഫിലഡൽഫിയയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പ്രത്യേക ഒരു അനുമോദനം പറയും. കാരണം ഞാൻ കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിൽ എൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കൊരു 1.5 മാസം വീട്ടിലിരിക്കാൻ സാഹചര്യം കിട്ടി. ഞാൻ അപ്പോൾ ഒരു 1.5 മാസത്തോളം അടുപ്പിച്ച് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ബ്രദറിൻ്റെ ധ്യാനം കൂടിലായിരുന്നു പരിപാടി. ഒരു 5-8 ധ്യാനം ഞാൻ കൂടി. പക്ഷെ അതുകൊണ്ട് ആത്മാവിൽ ഇങ്ങനെ ഒരുപാട് ദൈവിക സ്നേഹവും ജ്ഞാനവും അങ്ങനെ. അപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ണിയമ്മ അച്ഛൻ എങ്ങനെയെങ്കിലും തോമസ് പൗൾ ബ്രദർ വരുന്നുണ്ടെന്ന് നടത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അച്ഛനത് സമ്മതിച്ച് പഴയക്കാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാറിപ്പോയി. ഞാൻ ഈ ധ്യാനങ്ങളെല്ലാം കൂടിയപ്പോൾ അവിടെ ബ്രദർ ഇതുപോലെ തന്നെ ആളോട് മുന്നോട്ട് ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് പറയും. മിക്കവാറും പേര് ബ്രദർ, ഞാൻ പറയുന്നൊന്നും തോന്നരുത്, ഒരുപാട് പേരും പറയുന്നത് അവർക്ക് നേരത്തെ ഉണ്ടായ അനുഭവങ്ങളും ഇങ്ങനെ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെയാണ്. ഇവിടെ മാത്രമാണ് ഞാൻ ഇത്രയും കണ്ടത്. ഇവിടെ വന്ന് പ്രഘോഷിക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഓരോരുത്തരും പറഞ്ഞ കാര്യം ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ബോധ്യമാണ്. അതൊരു പ്രത്യേക ഒരു അനുമോദനമായിട്ട് തോന്നില്ല ബ്രദറെ? അതിവിടെ മാത്രം കണ്ടൊരു കാര്യം. അച്ഛന് സന്തോഷിച്ച ആ കാര്യത്തിൽ. അതുകൊണ്ട് എണ്ണം കുറഞ്ഞു, ആൾക്കാർ വന്നില്ല എന്നുള്ള കാര്യത്തിൽ ആരും വിഷമിക്കേണ്ട. അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ട. കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇവരിലൂടെ തന്നെ ഇനി അനേകം ആളുകൾ ഇതറിയാനിടയാകും. പിന്നെ ഇന്ന് നമ്മൾ കരുണയുടെ വർഷമാണ്. കരുണയെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, പാവങ്ങൾക്ക് ഉപകാരം കൊടുക്കണം, തുണി വസ്ത്രങ്ങൾ കൊടുക്കണം, ചാരിറ്റി വർക്ക്സ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യമാണ്. കോർപ്പറൽ വർക്ക്സ് ഓഫ് മേഴ്സി, സ്പിരിച്വൽ വർക്ക്സ് ഓഫ് മേഴ്സി ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയായ ജ്ഞാനമില്ലാത്തവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പല പ്രാവശ്യം നമ്മൾ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. കർത്താവ് എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. അവസാനം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഈശോ മെശിഹ നമുക്ക് തന്ന സുവിശേഷം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പഴയ നിയമവും ഈ വക കാര്യങ്ങളും തലയിൽ കയറ്റിവെച്ച് നമ്മളെ കൊണ്ട് നടന്നു. അപ്പോൾ ഇത്രയും നാളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരു അന്ധകാരത്തിലായിരുന്നു. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. തോമസ് മോളിനെ പ്രതി എന്നെ ഈ കഴിഞ്ഞ കരുണയുടെ വർഷം എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യേക കരുണയുടെ വർഷം തന്നെയായിരുന്നു. കാരണം എൻ്റെ ആത്മാവിലേക്ക് കർത്താവ് ചൊരിഞ്ഞ കരുണയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് സൗഖ്യമൊന്നുമല്ല. ഇങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഒരു ലിബറേഷനാണ്, ഒരു ഫ്രീഡം. അത് എനിക്ക് അങ്ങനെ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു നമുക്ക് നമ്മുടെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും പള്ളി വരികയും നമ്മൾ നോയമ്പാചരിക്കുകയും കുമ്പസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈശോയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ ഒത്തിരി വികലമായിരുന്നു. നിങ്ങൾക്ക് കേട്ട മനസ്സിലായില്ലേ? ഈശോ ശരിക്കും ആരാണെന്നുള്ളത് നമുക്കങ്ങനൊരു ഒരു അറിവില്ലായിരുന്നു. പലപ്പോഴും അനുതാപ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഈ 10 പ്രമാണം പറ്റുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു.
ഒപ്പം ബ്രദർ തോമസ് പോളിനോട് ഞാൻ ഒരൊറ്റയാൻ പട്ടാളമാണ് ഇരിക്കുന്നത്. എത്ര ആർമി കൂടെ ഉണ്ടെന്ന് എനിക്ക് സകല മാലാഖമാരും മുഖ്യദൂതന്മാരും സകല വിശുദ്ധന്മാരും കൂടെയുണ്ട്. കാണുമ്പോൾ ഒരാളേ ഉള്ളൂ. നിങ്ങൾക്ക് അനുഭവിച്ചില്ലേ നിങ്ങളത്? അദ്ദേഹത്തിൻ്റെ ഞാൻ പൂഴ്ത്തി പറയുകയല്ല, ഈ 65 വയസ്സിലും ഒരു വലിയ ബാഗ് കയ്യിലുണ്ട്. ഈ ക്യാമറയുടെ സ്റ്റാൻഡ്, ലൈറ്റ്, ക്യാമറ, ഈ സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടായിട്ടാണ് ഈ ലോകം മുഴുവൻ ബ്രദർ യാത്ര ചെയ്യുന്നത്. തുണിയൊക്കെ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം പുസ്തകങ്ങൾ, CD ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെത്താനെ ഒരു ബുദ്ധിമുട്ടില്ല. അതെങ്കിലും ഇവിടെ വന്ന് തന്നെത്താനെ ഇത് സെറ്റപ്പ് ചെയ്തു, ഇത് ലൈറ്റ് സെറ്റപ്പ് ചെയ്തു, തന്നെത്താനെ വീഡിയോ എടുക്കുന്നു. ഇത് ഒരു ഇൻ്റർനാഷണൽ റിസോഴ്സാണ്, ഇൻ്റർനാഷണൽ സ്പീക്കറാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ കുറിച്ചുള്ള ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ ബ്രദറെ? അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അനുഭവം. അതുകൊണ്ട് ഞാൻ അച്ഛനോട് ഇന്നലെ പറയുകയെന്ന് വെച്ചാൽ, ഇന്ന് നമുക്ക് തോമസ് ബ്രദറിനെ വെച്ചുകൊണ്ട് 6 ദിവസം മിനിമമാണ്, 9 ദിവസം ധ്യാനമാണ് വേണ്ടത്. ശരിക്കും നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറണമെങ്കിൽ ഒരു 9 ദിവസം നമ്മൾ കൂടണം. അത് ഒരെണ്ണം കൂടിയാൽ പോരാ, 3-4 കൂടിയ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഈ ഫിലഡൽഫിയ ഈ ഫൊറോന പള്ളിയിൽ മിനിമം ഒരു 6 ദിവസത്തെയെങ്കിലും ഒരു ധ്യാനം ഇവിടെ നടത്തണം എന്ന് അച്ഛനോട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം ഞായറാഴ്ച ഒരു വൈകുന്നേരം തുടങ്ങി, പിറ്റേ ഞായറാഴ്ചത്തെ കുർബാനയോട് അവസാനിക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. അതുകൊണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്നിവിടെ കിട്ടിയത് ഒരു കാപ്സ്യൂളാണ്. 9 ദിവസം കൊണ്ട് ബ്രദർ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ടക്കട്ടക്കട്ടക്കട്ട ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ വലിയ ദൈവാനുഗ്രഹമാണത്. വലിയ അച്ഛൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ പുറകിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വലിയ ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നമുക്ക് വേണ്ടി ഇനിയും അടുത്ത ഒരു 6 മാസത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു 6 ദിവസത്തെ ഒരു ധ്യാനം ഇതുപോലെ ഇവിടെ നടക്കാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അത് നടക്കട്ടെ. നടക്കുമ്പോൾ നമ്മുടെ ഈ ഫൊറോന ഇവിടെ ഒരു ബോംബ് പൊട്ടും. അത് ബോംബ് പൊട്ടും. ബോംബ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ്റെ ബോംബല്ല, നവീകരണത്തിൻ്റെ ഒരു ബോംബ് അത് സംഭവിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ജോണിക്കുട്ടത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട ബ്രദർ തോമസ് പോളിനും ഞാൻ ഏറെ നന്ദി പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബ്രദർ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പോയി പഠിക്കുവൻ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാറുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, ശരിക്ക് ബൈബിളിനെ കുറിച്ച് ABCD പോലും ശരിക്കും അറിയില്ല, ബേസിക്കായിട്ട് അറിയത്ത് പോലുമില്ല. അപ്പം ഇത്രയും ഒരു ടീച്ചിങ് ലെവലായിരുന്നു ഇത്. ഞാൻ ഒത്തിരി ധ്യാനങ്ങളെ കൂടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യമാണ് ടീച്ചിങ്. ബൈബിളിലെ കർത്താവ് എന്നും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. എപ്പോഴും ബ്രദർ പറയുന്നുണ്ട്, അവൻ സിനഗോഗിൽ പഠിപ്പിച്ചിരുന്നു. ജനങ്ങൾ അവൻ്റെ വാക്കിൽ മുഴുകിയിരുന്നു, അവനെ വിട്ടുപോകാതെ നിന്നിരുന്നു. എനിക്കെപ്പോഴും ഈ പെരുന്നാളും അതിനുവേണ്ടി പാടുക, അത് സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഈ ഒരു ടോക്കിലൂടെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ടീച്ചിങ് നമുക്ക് ആവശ്യമാണ്. ബൈബിളിനെ കുറിച്ച് ആഴമായിട്ടുള്ളൊരു ടീച്ചിങ്. ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവൻ എന്നിൽ നിന്ന് കേട്ട് നിങ്ങളോട് സംസാരിക്കും. യേശുക്രിസ്തു പറയുന്നത് അങ്ങനെയാണ്, ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങളോട് സംസാരിക്കുന്നു. ഈ ധ്യാനത്തിലൂടെ അത് എനിക്കൊരു വലിയ അനുഭവമായിരുന്നു, ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട്. ബ്രദറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു മനസ്സാണുള്ളത്. കർത്താവിനെ കേൾക്കാൻ വന്ന ആൾക്കാരെ എല്ലാം കണ്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കുക. ലോബിയിൽ ഭക്ഷണം തയ്യാറായിരിപ്പുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി കഴിക്കണം. ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ദൈവവചനം ഒക്കെ കേൾക്കുമ്പോൾ അതിനോട് വലിയ സ്നേഹവും കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മറിയത്തെ പോലെ അടുത്തിരിക്കുന്നതാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞത്.
നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഭക്ഷണം പോലും വേണ്ടാന്ന് വെച്ച് ഇവിടെ ഇരുന്ന ആൾക്കാരാണ്. കർത്താവിനോടുള്ള ഒരു സ്നേഹമാണ് അത് കാണിക്കുന്നത്. കരുണ കാണിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ കുറേ നേരം ബ്രദർ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ, ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതേക്കുറിച്ചെല്ലാം കുറേയെല്ലാം പഠിച്ചു അല്ലെ മനസ്സിലാക്കി. ഞാൻ പറയുന്നത് നമ്മുടെ സഭയോടും കുറച്ച് കരുണ കാണിക്കണം. സഭ ഈ കർത്താവിൻ്റെ ഈ സുവിശേഷവും അതിലൂടെ ഒരുപാട് പിതാക്കന്മാർ ഒത്തിരി നാൾ ആ സുവിശേഷത്തെ ധ്യാനിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കിട്ടിയ ഒരുപാട് വെളിപാട് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന പേരിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് അങ്ങനെ എടുത്തിരിക്കുകയാണ്. സഭ എന്താണ് എന്നുള്ളത് ഇതിനകത്ത് ഉണ്ട്. അപ്പം സഭയോട് ഒരു കരുണ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളോട് കരുണ കാണിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പനി പിടിച്ച ഒരു കൊച്ചു കാണും, അല്ലെങ്കിൽ കൈക്ക് ഇച്ചിരി സ്വാധീനക്കുറവുള്ള കൊച്ചു കാണും, അല്ലെങ്കിൽ നല്ല കഴിവുകൾ, വിവിധങ്ങളായ കഴിവുകളുള്ള കൊച്ചു കാണും. അപ്പം ആ ഓരോ കൊച്ചിനും ആ കൊച്ചിനെ നമ്മൾ പഠിച്ചാലേ ആ കൊച്ചിന് വേണ്ടുന്ന രീതിയിൽ കൊച്ചിനോട് ഇടപെടാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ സഭയെ നന്നായിട്ട് പഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ നമുക്കെങ്ങനെയാണ് കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധിക്കുക? കാരണം കർത്താവിൻ്റെ തുടർച്ചയാണ് സഭയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സഭയെ പഠിക്കുക എന്ന് പറയുന്നത് സഭയോട് അല്പം കരുണ കാണിക്കണമെന്ന്. സഭ എന്താണെന്ന് അറിയാണ്ട് സഭയ്ക്ക് വേണ്ടി അല്ലെ സഭയുടെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയും സഭ അല്ലാത്ത രീതിയിൽ സഭയുടെ പ്രവർത്തനങ്ങളെയോ അല്ലെ ചിന്തകളെയോ അതിനകത്ത് ഇടപെട്ട് മാറ്റിമറിക്കുകയും ചെയ്യുമ്പോൾ വി ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദ മൈൻഡ് ഓഫ് ഗാഡ്. വി ഡോണ്ട് റിയലി റെക്കഗ്നൈസ് ദ വിൽ ഓഫ് ഗാഡ്. വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ചർച്ച്. അപ്പോൾ സഭയെ മനസ്സിലാക്കുന്നവൻ ദൈവത്തെ മനസ്സിലാക്കുന്നു. സഭയെ സ്നേഹിക്കാത്തവർ, സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായി കിട്ടത്തില്ല എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഭയെ അമ്മയായി സ്വീകരിക്കാത്തവർക്ക് ദൈവത്തെ പിതാവായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഒരു ഓറിയന്റേഷനാണ്, പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഒരു 10 പേര് ഈ ഇടവകയിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു തീപ്പന്തമായിട്ട് നിൽക്കുവാണെങ്കിൽ ഈ ഇടവക സമൂഹത്തിന് എന്തുമാത്രം ചേഞ്ചാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്, നമ്മൾ എപ്പോഴും ഒരാൾക്കൂട്ടമായി ഒക്കെ ഒന്ന് ചൂടാറുണ്ട്. ഒരു ഇടവക എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മിലൂടെയാണ് പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഇടവക എന്ന് പറയുന്ന സഭയുടെ ഒരു പതിപ്പാണ്. നമ്മൾ ചിന്തിച്ച പ്രധാനപ്പെട്ട വിഷയം ഫാമിലി, ദ ക്രേഡിൽ ഓഫ് ഗോഡ്സ് മേഴ്സി. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ കുടുംബത്തിൽ നമ്മുടെ ഓരോരുത്തരോടും, അതുപോലെ നമ്മൾ ഏർപ്പെടുന്നിടത്ത് നമ്മുടെ സഭയോടും എല്ലാവരോടും നമുക്ക് കരുണ കാണിക്കാം. അങ്ങനെ കരുണയുടെ വർഷം സമാപിക്കുമ്പോൾ കരുണയുടെ വർഷമേ സമാപിക്കുന്നുള്ളൂ. കരുണ തുടരുകയാണ്, കരുണ നമ്മിൽ വളരുകയാണ് എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് സ്വീകരിക്കാം. സമയം ഒത്തിരി ആയതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ സമ്മിറ്റിൻ്റെ സമാപനത്തിൽ നിൽക്കുന്നു. ഇനിയുള്ളത് നമ്മൾ ബ്രദർ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ഹീലിംഗ് പ്രെയറാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് നല്ലത്. ഒത്തിരി നേരം വിശന്നിരിക്കുന്നതും നല്ലതല്ലല്ലോ. കർത്താവ് തന്നിരിക്കുന്ന ശരീരമാണ്, ആ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം, എന്നിട്ട് തിരിച്ച് വീണ്ടും വരാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അവിടുത്തെ ദിവ്യമായ ദൗത്യം ഈ ലോകത്തിൽ തുടരുന്നതിന് അവിടുന്ന് തിരഞ്ഞെടുത്താണല്ലോ സഭ. ആ സഭ ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നിന്റെ വചനം ഈ ലോകത്തിന് ഇന്ന് കൊടുക്കുവാൻ അവിടുത്തെ കരങ്ങളായി പ്രവർത്തിക്കേണ്ടത്, അങ്ങേ കാലുകളായി സഞ്ചരിക്കേണ്ടത്, അവിടുത്തെ കണ്ണുകളായി നോക്കേണ്ടത് എല്ലാം ഞങ്ങൾ തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഉള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ഏറ്റവും കൂടുതൽ പഠിച്ച പരിശുദ്ധ അമ്മേ, ഈശോയിലേക്ക് വളരുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെയും
അതിൻ്റെ ഞങ്ങളുടെ പരിശ്രമങ്ങളെയും എല്ലാം കാണുകയും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യണമേ. എത്രയും നീള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥം യാചിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ അപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ ദുർഭാഗ്യം ഞാൻ അണയുന്നു. വിലപിച്ച് നേർച്ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എൻ്റെ അമ്മയെ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാവരം കേട്ടരുളയണമേ. ആമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഓരോരുത്തരോടും നമ്മുടെ ഓരോ കുടുംബത്തോടും നാം ഏർപ്പെടുന്ന രംഗങ്ങളിലും എല്ലാ വേദികളിലും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപ എപ്പോഴും സമൃദ്ധമായി നമുക്ക് ലഭിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ബ്രദർ തോമസ് പോളിന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. എപ്പോഴും പറയാം. താങ്ക് യു.